പെട്ടെന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് സവോള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, പിന്നെ മുളക്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് പാൻ എടുത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ ആഡ് ചെയ്യാം. അതിന്റെ പച്ചമുളക് മാറി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് കൊടുക്കാം. എന്നിട്ട് ഇത് കരിഞ്ഞു പോകാൻ നോക്കാം. ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള നമുക്ക് കടന്നിട്ടും കുറച്ച് ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പം അന്നേരം നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. അതിന് കൂടുതൽ നമ്മൾ എരിവുള്ള മുളക് പൊടി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി അതിനുശേഷം ഗരം മസാല ഒരുപാട് വേണ്ട. മസാല ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. നമ്മളിവിടെ കുറച്ചാണ് ഇടാറുള്ളത്. ഈ പൊടി ഇടുന്ന സമയം വളരെ കുറച്ച് വെക്കണം. ഫ്ലെയിം അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് പൊടി കഴിഞ്ഞ് പോകേണ്ട സാധനം. അപ്പോൾ ഇത് പിന്നെ കുറച്ച് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഒരു കുറച്ച് മതി, ഒരുപാട് വേണ്ട. അതിന് ശേഷം നന്നായിട്ട് പൊടി കൊടുക്കാം. ഇതിൻ്റെ ഒരു കുത്തൽ മണം അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. അതൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ബീഫ് ആഡ് കൊടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ ബീഫ് ഒരു നന്നായിട്ട് വേണം. ഇതിപ്പോൾ ഞാനൊരു 4-5 വിസിലോളം അതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വെച്ചാണ്. ഏകദേശം മാറി കഴിയുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള പാകത്തിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒരു കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിപ്പോൾ ആവശ്യത്തിന് ഈ കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവിയും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാം.